എമ്പുരാൻ സിനിമയിലെ പ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിൽ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. ഗുജറാത്ത് കലാപവും ബാബ്രി മസ്ജിദ് തകർത്തതും പരാമർശിച്ചാണ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ പോസ്റ്റ്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ റീ എഡിറ്റിംഗിനെയാണോ ഇപ്പോൾ സഭ എതിർത്തിരിക്കുന്നത്? എന്താണ് ആ പോസ്റ്റിൽ പറയുന്നത്? സ്മൃതി, ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക നിലപാട് ഇതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എങ്കിലും ഓർത്തഡോക്സ് സഭയിലെ തൃശൂർ ഭദ്രാസനത്തിന്റെ അധിപൻ കൂടിയായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ നിലപാട് അദ്ദേഹം തുറന്നു പറയുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. തൃശൂർ ഭദ്രാസന അധിപനായ യൂഹനാൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്തയാണ് അദ്ദേഹം. സാമൂഹിക വിഷയങ്ങളിലൊക്കെ സ്വന്തം നിലയ്ക്കുള്ള നിലപാട് വ്യക്തമാക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്: ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു, കൊലപാതകങ്ങൾ തുടരുന്നു. ആ സെന്റൻസിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, അർത്ഥമാക്കുന്നത് എന്താണ്, ആർക്കെതിരായ വിമർശനമാണ് എന്നത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സംഘപരിവാറിനെതിരായ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഈ സിനിമയ്ക്കെതിരായി ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെയും ഇതുൾപ്പെടെ സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ വിമർശനം തന്നെയാണ് തൃശൂർ ഭദ്രാസനാധിപനായ യൂഹനാൻ മാർ മിലിത്തിയോസ് പങ്കുവച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പൊതുവെ ഈ വിഷയത്തിൽ ചലച്ചിത്ര സംഘടനകൾ, താരങ്ങൾ എന്നിവരെല്ലാം മൗനം പാലിക്കുകയാണ്. അപ്പോൾ സാംസ്കാരിക രംഗത്ത് പോലും ഒരു പരിധിവരെ മൗനമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താരസംഘടന മുതൽ താരങ്ങൾ, സംഘടനകൾ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അതിൽ പലരും മൗനം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയ വിവാദവും കോലാഹലവും ഒക്കെ ഒരു വശത്ത് തുടരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിയും അതിനെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോഴുള്ള മൗനമുണ്ട്. അതിനിടെ ആണ് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ അദ്ദേഹത്തിന്റെ നിലപാട്, രൂക്ഷമായ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ശരി, എമ്പുരാനെ പിന്തുണയ്ക്കുന്നു, അതോടൊപ്പം അതിൽ റീ എഡിറ്റ് നടത്തുന്നതിനെ എതിർത്തുകൊണ്ടുള്ള വിമർശനവുമായിട്ടുള്ള പോസ്റ്റാണ് ഇപ്പോൾ. ഗുജറാത്ത് കലാപവും ബാബ്രി മസ്ജിദ് തകർത്തതും പരാമർശിച്ചുകൊണ്ടാണ് തൃശൂർ സഭ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്.